എന്താണ് ഡിവിസിബിലിറ്റി റൂൾ എന്ന് ഞാൻ ആദ്യം ഒരു എക്സാമ്പിളോട് കൂടി തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. 504 divided by 4. 1 4 is 4. 5 minus 4 is 1. ഈ 0 താഴേക്ക് വരും. 10ൽ 4 2 times. 2 4s are 8. 10 minus 8 is 2. ഈ 4 താഴേക്ക് വരുന്നു. 6 4s are 24. 4 minus 4 is 0. 2 minus 2 is 0. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 എന്ന് കിട്ടി. അങ്ങനെ റിമൈൻഡർ 0 കിട്ടിയാൽ 504 ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് ഒരു നമ്പർ മറ്റൊരു നമ്പറുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവിസിബിൾ ആണെന്ന് പറയാം. 0 കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിവിസിബിൾ അല്ല എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. 380 ഡിവൈഡഡ് ബൈ 4. 3ൽ 4 ഇല്ല. 31ൽ 4 7 ടൈംസ് ആണ്. 7 4s are 28. 1 minus 8 is not possible. ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 2 ആയി മാറും. ഇത് 11 ആയി മാറും. 11 minus 8 is 3. 2 minus 2 is 0. ഈ 8 താഴേക്ക് വരുന്നു. ഇനി 38ൽ എത്ര 4 ഉണ്ടെന്ന് നോക്കാം. 9 4s are 36 ആണ്. 8 minus 6 2 ആണ്. 3 minus 3 0. 2 ആണ് ഇതിൻ്റെ റിമൈൻഡർ. ഇങ്ങനെ റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം 318 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4. ഒരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വന്നില്ലെങ്കിൽ ഡിവിസിബിൾ ആണെന്ന് പറയാം. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ അല്ല എന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4 നോക്കാം. ഇതിനു മുന്നേ ഡിവിസിബിലിറ്റി ഓഫ് 2ഉം 3യും ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോസൊക്കെ കാണണം. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിൻ്റെ വീഡിയോസും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഡിവിസിബിലിറ്റി റൂൾസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 4 പറയാൻ വേണ്ടിയും ഞാനൊരു എക്സാമ്പിൾ എഴുതി തന്നെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. 348 എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വൺസ് പ്ലേസിൽ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. ഇവിടെ ഈവൻ നമ്പർ ആണല്ലോ. ഫസ്റ്റ് ടെസ്റ്റ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കലാണ്. അടുത്ത ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ലാസ്റ്റിലെ 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യണം. ഇവിടെ 48 ആണുള്ളത്. 4ഉം 8ഉം ഡിവിസിബിൾ ബൈ 4 ആണ്. നിങ്ങൾക്കറിയാലോ 4ൻ്റെ ടേബിളിലുള്ളതാണ് 48. ഇനി അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ 48ൻ്റെ ഹാഫ് എത്രയാണെന്നൊന്ന് നോക്കിയാലും മതി. 48ൻ്റെ ഹാഫ് നോക്കാനായിട്ട് 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 4ൽ 2 2 ടൈംസ്, 8ൽ 2 4 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടി. അതും ഒരു ഈവൻ നമ്പർ തന്നെ ആണെങ്കിൽ നമുക്കത് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണെങ്കിൽ 48നെ മാത്രം 4 ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1 4 is 4. 4 minus 4 is 0. 8 താഴോട്ട് വരും. 2 4s are 8. 8 minus 8 is 0. ഇങ്ങനെ നമുക്ക് വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ ഇത് വളരെ ഈസി ആയിരിക്കും. ലാസ്റ്റത്തെ 2 ഡിജിറ്റിനെ മാത്രം നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താ, ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ ആണോ എന്ന്. ഓഡ് നമ്പർ ആണെങ്കിൽ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 4 അല്ല എന്ന് പറയാം കേട്ടോ. 295 വൺസിൻ്റെ പ്ലേസിൽ ആരാ, ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഡിവിസിബിൾ ബൈ 4 അല്ല എന്ന് പറയാം അല്ലേ. 4736. ആദ്യം തന്നെ നമ്മൾ 6 ഈവൻ നമ്പർ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 36 ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് നോക്കാനായിട്ട് 36നെ 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3ൽ 2 1 ടൈം, 1 ബാലൻസ്. 16ൽ 2 8 ടൈംസ്, 2ൽ 2 1 ടൈം. ഇവിടെ ഇപ്പോൾ കിട്ടിയ ആൻസറും ഈവൻ നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാം. പിന്നെ ഈ മെത്തേഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 36നെ 4 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാം. 4736നെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിനേക്കാൾ ഈസി ആയിരിക്കും 36നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ അല്ലേ. അടുത്തതായിട്ട് കുറച്ചുകൂടെ വലിയൊരു നമ്പർ നോക്കാം. 52,678. ഇവിടെ 8 ആണ് ലാസ്റ്റിലുള്ളത്. ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് 78നെ 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 78 ആണല്ലോ. അതെടുത്തിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7ൽ 2 3 ടൈംസ്, 1 ബാലൻസ്. 18ൽ 2 9 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ നമുക്കിവിടെ 39 ആണ് കിട്ടിയത്. 39 ഒരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് ഇത് ഡിവിസിബിൾ ബൈ 4 അല്ല.
1540. ഇവിടെ നമുക്ക് ലാസ്റ്റ് 0 ആയതുകൊണ്ട് ഇത് ഈവൻ നമ്പറാണ്. അപ്പോൾ 40 നോക്കാം നമുക്ക്. 40യെ 2 ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 40 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ, എല്ലാവർക്കും അറിയാം 10 × 4 = 40 ആണെന്ന്. എന്നാലും നമ്മുടെ റൂൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒന്ന് ചെയ്യുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. 4ൽ 2 2 ടൈംസ് 0 എഴുതി, 2ൽ 2 1 ടൈം 20. 20 ഒരു ഈവൻ നമ്പറാണ് അല്ലേ. ഇനി അടുത്തൊരു നമ്പർ കൂടെ നോക്കാം നമുക്ക്. 5046. ഇവിടെ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. 46/2 ചെയ്ത് നോക്കാം. 4ൽ 2 2 ടൈംസ്, 6ൽ 2 3 ടൈംസ്, 2ൽ 2 1 ടൈം. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് കിട്ടിയത് 23 എന്നാണ്. 23 ഒരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് 5046 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാം അല്ലേ. എല്ലാവർക്കും മനസ്സിലായല്ലോ, ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ 4 ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. പിന്നെ കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ പറയണേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.